ഒളിച്ചോടിയാ എല്ലാം മറക്കാൻ നിനക്കാവൂ? ഭദ്രേ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കേ. അതെന്റെ ഓഫീസിലെ സ്റ്റാഫാണ്. നീ വിചാരിക്കണ പോലെ ഒന്നുമില്ല. ഇവിടുന്ന് ഫോൺ വിളി, അവിടെ എന്തൊക്കെയെന്ന് ആർക്കറിയാം. വൃത്തിയോട് പറയരുത് കേട്ടോ. വൃത്തികേട് ഞാൻ പറയുന്നതാണല്ലോ പ്രശ്നം. നിങ്ങൾക്ക് എന്തോ ആവാലോ. ഇതൊരു തന്നെ ടോസിക് കേട്ടോ. അതെ, ഇന്ന് നിങ്ങളെ കൊല്ല്. നീ എന്ത് കാണിക്കണേ ഭദ്രേ? അതൊന്നുമില്ല മോളെ, മോള് വാ. എന്താ ഭദ്രയുടെ വീട്ടിൽ നിന്ന് ശബ്ദം? ആ അവിടുന്ന് തന്നെയാ, അല്ലാതെ ഇപ്പൊ എവിടുന്നാ? മാഡം ഗുഡ് മോർണിംഗ്. ആ താനോ? മോർണിംഗ് മോർണിംഗ്. എടോ, തന്റെ വൈഫ് വിളിച്ച് ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത് എനിക്കറിയാം. വൈഫ് വിളിച്ചോ? എന്നിട്ട് എന്താ പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. അവരുടെ സംസാരം കേട്ടപ്പോ ഞാനും കുറച്ച് ചൂടായിരുന്നു. സോറി കേട്ടോ, അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. നയനെ വിളിച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം കേട്ടപ്പോ എനിക്കൊരു പന്തികേട് തോന്നി. പിന്നെ ആളിത്തിരി ഫസ്ട്രേറ്റഡ് ആണല്ലേ? ഒന്നും പറയണ്ട, ഇന്നലെ ഇതിന്റെ പേരിൽ ആകെ പ്രശ്നങ്ങളായിരുന്നു. നയന എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെന്ന് വിശ്വസിക്കേണ്ട വൈഫ്. എടോ, അതിന് അയാളൊന്നും എന്നെ കേൾക്കാൻ സമ്മതിക്കണ്ടേ? പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ നേച്ചർ അല്ലേന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് രാവിലെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, ഇന്ന് രാവിലെ വരുമ്പോ കുഴപ്പമൊന്നുമില്ല. എന്നാ താനത് വിട്ടേക്കെടോ, കഴിഞ്ഞത് കഴിഞ്ഞു. എന്നാലും താനതിൽ ഒന്ന് ചാടിയെന്നൊരു ടെൻഷൻ. എടോ പോട്ടടോ, തന്നെ ജസ്റ്റ് കണ്ടപ്പോ ചോദിച്ചേ ഉള്ളൂ. താമ്പ സമയായി വാ. സാർ ആ വാ വാ വാ. എന്ത് സാർ? ഇതെന്താടോ ഈ കാണിച്ചു വെച്ചത്? എടോ, തൻ്റെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ അവിടെ തന്നെ തീർത്തിട്ട് വന്നാൽ മതി കേട്ടോ. തനിക്ക് ഇതുവരെയായിട്ട് ഒരു പ്രോപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കാൻ അറിയില്ല സാർ. അത് പിന്നെ സാർ, ഇത് നോക്കിയേ, ടേൺ ഓവറിൻ്റെ കോളത്തിൽ പോയി ടാർഗറ്റിൻ്റെ നമ്പേഴ്സ് ഇട്ടുന്നു, ടാർഗറ്റിൻ്റെ കോളത്തിൽ ടേൺ ഓവറിൻ്റെ നമ്പേഴ്സും. സാർ ശരിയാക്കും സാർ. എപ്പോൾ ശരിയാക്കാൻ? എടോ, തനിക്കേ ജോലി ഇത് പഠിക്കാനുള്ളതല്ലേ ഈ സ്ഥാപനം, മനസ്സിലായോ? 1 മണിക്കൂറിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടണം. ശരി സാർ. ആ ശരണ്യ ഉച്ചയ്ക്ക് ശേഷം ലീവാണ്. അവളുടെ ഏതെങ്കിലും പെൻഡിങ് ഫയൽ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ട് താൻ വീട്ടിൽ പോയാൽ മതി. ഓക്കെ സാർ. മനസ്സിലായോ? ഓക്കെ സാർ. അയാളെ പിടിച്ച് കണ്ട് തെറി പറയാൻ എനിക്ക് തോന്നുന്നു. താൻ ഈ സില്ലി മാറ്റേഴ്സിനൊക്കെ ഇങ്ങനെ വറീഡായാലോ? താൻ എന്നെ നോക്ക്, കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാൻ ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ നടക്കണതാണ്. നമ്മളെക്കാൾ പ്രായക്കുറവുള്ള ഒരുപാട് അവന്മാരുടെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവന്മാര് നമുക്ക് പറ്റാത്ത വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ 2 മുട്ടം തെറിയേണ്ടി പറയാ. പ്രശ്നം സോൾവ്. 2 സ്റ്റെപ്പ് അടിക്കും. വേണ്ട. എടോ, ഒരു 19 വയസ്സ് വരെയൊക്കെ നമ്മൾ ചിട്ടയായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ ലൈഫ് പിന്നെ കണ്ണടച്ചാണ്ട് ആസ്വദിക്കണം. എനിക്ക് കഴിക്കാനേ ജീവിതത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കഴിച്ചു തുടങ്ങിയാലേ പിന്നെ നിർത്തില്ല. ആരാടോ ജീവിതത്തിൽ പ്രശ്നമില്ലാത്തത്? നമ്മളൊക്കെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകണമെന്നല്ലാതെ. ചിന്നുമോള് അച്ഛനെവിടെയും ചോദിക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. നീ ഒന്ന് വിളിക്കുന്നെങ്കിലും വിചാരിച്ചു. നിനക്ക് മോളെ ഒന്ന് വന്ന് കണ്ടുപോയിക്കൂടെ? ഇല്ല അച്ഛാ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അവൾ ഇങ്ങനെ വയലൻ്റ് ആവുന്ന ക്യാരക്ടറാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അല്ല, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണത്തിന് മുമ്പ് നിന്നോടത്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരച്ഛൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാ സ്വന്തം മോളുടെ പോരായ്മകൾ പറയുക? കുറേ ആലോചനകൾ വന്നിട്ട് നിന്നെയാണ് അവൾക്ക് ഇഷ്ടമായത്. ആ സ്നേഹ കൂടുതലുകൊണ്ടായിരിക്കാം ഈ ബഹളവും വഴക്കൊക്കെ. പൊസസീവ്നെസ് ഒക്കെ ആവച്ച, ഇതൊരു തരം ടോസിക്കാണ്. അവളുടെ അമ്മയും ഇതുപോലെ തന്നെയായിരുന്നു. തൊട്ടേനും പിടിച്ചതിനൊക്കെ പിടിവാശി. എന്നിട്ടും 30 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, ആരെയൊന്നും അറിയിക്കാതെ. അച്ഛൻ അത് ശീലമായി. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് പറ്റില്ല. 3 തവണയാണ് കയ്യിലെ ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചത്. എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നല്ലേ കുറ്റം പറയുക? എനിക്കറിയാം മോനെ. എന്നാലും ഒരു തവണ കൂടി അവളോടൊന്ന് ക്ഷമിച്ചൂടെ? ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവുമെന്നറിയില്ല. ചിന്നുമോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. അച്ഛനെയും കൊണ്ടേ വരുമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിനക്ക് അവിടെ വരെ ഒന്ന് വന്നു പോയിക്കൂടെ? ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് എടുത്താൽ മതി. അനിരുദ്ധനോട് ഒരു കാര്യം പറയണ്ടേ. 3-4 മാസം മുമ്പേ ഭദ്ര ബാത്റൂമിലൊന്ന് വീഴണ്ടായി. തല ചുമരിലടിച്ചു തോന്നുന്നു. ഞാൻ വന്നപ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല. പേടിക്കാനൊന്നുമില്ല, വാ. ചിന്നുമോളെ, ഞാൻ വന്നപ്പോൾ ബാത്റൂമിന് മുമ്പിൽ വീണ്ടും ഇടയ്ക്കായിരുന്നു. ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഡോക്ടർമാരെന്താ പറഞ്ഞു? ട്രീറ്റ്മെൻറ്റ് തുടരണം. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയാവാനും വഴിയുണ്ട്. അപ്പ അമ്മ
ദീപഗ്രേ. നീ ഇനി പഞ്ചസാര കട്ട് തിന്നോ? എടുക്കോ? നീ ഇനി പഞ്ചസാര എടുത്ത് തിന്നോന്ന്. ആവശ്യമില്ലാത്ത ഓരോ ദുശീലങ്ങള്. നീ ഇനി പഞ്ചസാര എടുത്ത് തിന്നോ? പഞ്ചസാര ആവശ്യമില്ലാതെ എടുത്ത് തിന്നോന്ന്. നീ ഇനി പഞ്ചസാര എടുത്ത് തിന്നോ? എടുത്ത് തിന്നോന്ന്. അച്ഛനൊന്ന് പോകുന്നുണ്ടോ? എടുത്ത് തിന്നോന്ന്. നീ ഇനി പഞ്ചസാര എടുത്ത് കഴിക്കൂന്ന്. ആര് പഠിപ്പിച്ചു തന്നതാ? എടുത്ത് തിന്നോന്ന്. നീ ഇനി പഞ്ചസാര എടുത്ത് കഴിക്കോ? ആവശ്യമില്ലാത്ത ഓരോ ദുശീലങ്ങള്. അയ്യോ മോളെ, അവളുടെ അമ്മയും ഇതുപോലെ തന്നെയായിരുന്നു. തൊട്ടേനും പിടിച്ചതിനൊക്കെ പിടിവാശി. എന്നിട്ടും 30 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, ആരെയും ഒന്നും അറിയിക്കാതെ.